നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. മതിയെങ്കിൽ ഇനി കൊടുക്കണ്ട, ഞാൻ പിന്നെ കൊടുത്തോളാം. ശരി. മോനെ കൈകൊണ്ട് ചേർത്ത് പിടിച്ചാ മതി. അധികം ചെരിഞ്ഞു കിടക്കല്ലേ, അതൊക്കെ ഡോക്ടർ വന്ന് കണ്ട ശേഷം മതി. ചക്കര എന്താ സാറേ പുലർച്ചയ്ക്ക് ഒന്നും മയങ്ങിയത്? ഇത് വീടല്ല, ഇത് പോലീസ് സ്റ്റേഷനാ. വേഗം റെഡിയാവ്, രാവിലെ തന്നെ തെളിവെടുപ്പിന് പോകാനുള്ളതാ. തെളിവെടുപ്പിനോ? എങ്ങോട്ട്? എവിടെയൊക്കെ വെച്ച കുറ്റം ചെയ്തെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ കൊണ്ടുപോകും. ആ, അപ്പോ എന്റെ വീട്ടിലും കൊണ്ടുപോവോ? പിന്നെ കൊണ്ടുപോവാതെ വീട്ടുകാരും നാട്ടുകാരൊക്കെ കാണട്ടേന്നേ. അയ്യോ എന്റെ സാറേ, എന്നെ കോടതിയിൽ ഹാജരാക്കിട്ട് ജയിലിലേക്ക് അയച്ചോ? ഞാൻ എല്ലാ കുറ്റവും സമ്മതിച്ചല്ലോ. എന്റെ വീട്ടിലേക്ക് മാത്രം കൊണ്ടുപോവല്ലേ സാറേ? ദേ നിന്ന് കുണുങ്ങാതെ വേഗം പോയി റെഡി ആയിക്കോ, അല്ലെങ്കിൽ ഈ കോലത്തിലായിരിക്കും കൊണ്ടുപോകുന്നത്. ഈശ്വര, ഞാൻ ഇനി ആരുടെയൊക്കെ മുഖം കാണേണ്ടി വരും? ആരെ ഇങ്ങോട്ട് വരുന്നുണ്ടോ? ഓ, വരുന്നു. ഇതെന്താണിത്? നീ ഇതുവരെ റെഡി ആയില്ലേ? നമുക്ക് പ്രചരണത്തിന് പോണ്ടേ? ഇന്ന് നിങ്ങളോടൊപ്പം വരുന്നത് ദയ. ദയ വരുമ്പോ ഉണ്ണിക്കുട്ടനെ നോക്കാൻ ആരെങ്കിലും വേണ്ടേ? ശരിയാ. അപ്പോ ദയ പ്രചരണത്തിന് വരാമെന്ന് സമ്മതിച്ചോ വാസന്തി? ഞാൻ ആവശ്യപ്പെട്ട അവക്ക് തള്ളിക്കളയാൻ പറ്റുമോ എന്റെ ധനേട്ടാ? നാളത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലേ ഞാൻ? അനുപമ നിരപരാധിയാണെന്നും മരുമകളെ പ്രതിയാക്കാൻ വേണ്ടി അമ്മായിയമ്മ ആഹാരത്തിൽ വിഷം ചേർത്ത് സ്വയം കഴിക്കുകയായിരുന്നെന്നും ഇന്നത്തെ പത്രത്തിലുണ്ട്, വായിച്ചു നോക്ക്. പാർട്ടി എടുത്തു ചാടി സ്ഥാനാർത്ഥിയെ മാറ്റിയത് വലിയ വിവാദമായി മാറാൻ സാധ്യതയുണ്ടല്ലോ വാസന്തി. വിവാദമൊക്കെ ഞങ്ങൾ ഓട്ടാക്കി മാറ്റും എന്റെ അച്ഛാ. ഇന്ന് ദയെ പ്രചരണത്തിന് ഇറക്കുന്നതും അതിനു വേണ്ടിയാ. സുശീലയുടെ സ്വഭാവം ആദ്യം തുറന്നു കാട്ടിയവളല്ലേ ദയ. അവള് ഇന്ന് വന്ന് പറയാൻ പോകുന്നത് അവളോടുള്ള പകയാണ് സുശീല അനുപമയോട് കാട്ടിയതെന്ന. അത് മാത്രമല്ല അച്ഛാ, 2 ദിവസം കഴിഞ്ഞേ ഞങ്ങൾ അനുപമയെ തന്നെ പ്രചാരണത്തിന് ഇറക്കും. അപ്പോഴാ വിവാദം ശരിക്ക് വോട്ടായി മാറുന്നത്. പിന്നല്ലാതെ ചേച്ചി അളിയനും തനി രാഷ്ട്രീയക്കാരായി മാറി അല്ലേ? എന്തായാലും നിങ്ങൾക്കതിൽ നല്ല ഭാവിയുണ്ട്. പക്ഷേ കുടുംബത്തിനകത്തുള്ള രാഷ്ട്രീയ കളി രണ്ടുപേരും ഒഴിവാക്കണം. അയ്യോ, നീ എന്താ ശബരി അങ്ങനെ പറയുന്നേ? ഞങ്ങൾക്ക് കുടുംബം കഴിഞ്ഞേ ഉള്ളൂ രാഷ്ട്രീയം. അല്ല, അങ്ങനെയല്ലാത്ത എന്തെങ്കിലും പ്രവൃത്തി ഞങ്ങളിൽ നിന്ന് ഉണ്ടായതായിട്ട് നിനക്ക് പറയാൻ പറ്റുമോ ശബരി? ഇന്നലെ രാത്രി കിടക്കാൻ നേരം ദയ എന്നോട് പറഞ്ഞത് ഇന്ന് രാവിലെ ഹോസ്പിറ്റലിൽ പോയി അവളുടെ ചീരു ചേച്ചിയെയും കുഞ്ഞിനെയും കാണണമെന്നാ. ഇപ്പോൾ അണിഞ്ഞൊരുങ്ങുന്നത് എന്റെ ഒപ്പം വരാനല്ല, നിങ്ങളോടൊപ്പം പ്രചരണത്തിന് വരാനാ. ഈ മാറ്റം കുടുംബത്തിനുള്ളിലെ രാഷ്ട്രീയമല്ലാതെ വേറെന്താ കളിയാ? ആ, ദയ നിന്റെ കൂടെ ഹോസ്പിറ്റലിലേക്ക് വരുന്നില്ലെന്നല്ലേ ഉള്ളു ശബരി. ഞങ്ങൾ എല്ലാരും കൂടെ കുഞ്ഞിനെ കാണാൻ ഗിഫ്റ്റുമായി ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ട്. ഹോസ്പിറ്റലിലും പ്രചരണമായിരിക്കും അല്ലേ? രോഗികളെങ്കിലും വെറുതെ വിട്ടുകൂടെ ചേച്ചി? അതെങ്ങനെയാ ശബരി? ചീരു മാത്രമല്ല,
ഞങ്ങളുടെ അന്വേഷണത്തില് 1-ാം വാർഡിലെ 5ഓളം വോട്ടർമാര് ആ ഹോസ്പിറ്റലിൽ കിടപ്പുണ്ട്. അപ്പൊ സ്ഥാനാർത്ഥിയായ ഞാൻ അവരെ ചെന്ന് കാണണ്ടേ? ഓ പിന്നെ 5 വോട്ടല്ലേ, കളയണ്ട. ശബരി, അനിത ഇന്ന് അശോകനെ വിളിക്കും. നീയൊന്ന് വിളിച്ചേക്കണേ. ഇലക്ഷന്റെ തലേന്നെങ്കിലും അശോകനിങ് എത്തിയ ഒരു വോട്ട് കൂടെ നമുക്ക് ഉറപ്പിക്കാലോ വാസന്തി. അത് അനിതേട്ടത്തെ ഞങ്ങൾ വിളിച്ചാൽ മതി. ഫ്ലൈറ്റ് ടിക്കറ്റിനുള്ള കാശ് ധനേട്ടനും ചേച്ചിയും അയച്ചേരുന്ന് പറഞ്ഞേക്ക്. അശോകേട്ടന് നാടും കാണാം, ഇവർക്കൊരു വോട്ടും കിട്ടും. ഇവരുടെ ടിക്കറ്റിൽ അവൻ വന്നത് തന്നെ. അശോകേട്ടന് വരണമെന്നൊക്കെ ഉണ്ടച്ചാ. അവിടുന്ന് കിട്ടാനുള്ള കാശ് അപ്പോഴേക്കും കിട്ടുവാണെങ്കിൽ അശോകേട്ടന് ഉറപ്പായും ചേച്ചിക്ക് വോട്ട് ചെയ്യാൻ പറ്റും. ആണോ അനിതേ? അച്ഛാ, ഞാൻ കമ്പനി പോകാൻ റെഡി ആവട്ടെ. പോകുന്ന വഴി ഹോസ്പിറ്റലിലേക്ക് ഒന്ന് കയറിയിട്ട് വേണം പോവാൻ. ആ വാസന്തി, നീ ദയോട് പെട്ടെന്ന് പോയി ഇറങ്ങാൻ പറ. പാർട്ടി ഓഫീസിലേ അവരെല്ലാവരും നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരിക്കും. ഓ, ആദ്യം ഞാനൊന്ന് റെഡി ആവട്ടെ, എന്നിട്ട് മേളിൽ പോയി പറയാം. അച്ഛാ, ഞാനും കൂടി ഒന്ന് റെഡി ആവട്ടെ. പാർട്ടി എന്തോന്ന് ഓഫീസിലെല്ലാം ready ready ആ. ആവാനാടാ? അനിത, നീ വരുന്നില്ലല്ലോ? ഇല്ലില്ല, പോയിട്ട് വാ. പക്ഷെ നാളെ വരണം. അച്ഛാ, വെള്ളം. നമ്മള് ആ ഗുളിയും കൂടി ഇങ്ങോട്ട്. അച്ഛനിനി എപ്പോഴാ ഹോസ്പിറ്റലിലേക്ക് പോന്നേ? ഞാനും കൂടി വരാം. വൈകിട്ട് നമുക്ക് പോവാം വിളി. ഇപ്പോ രഘുവും ഭാനുവമ്മയും മഞ്ചാടിയൊക്കെ അവിടെ ഇല്ലേ? ആ, അവര് വന്നിട്ടേ പോകാൻ പറ്റൂ അച്ഛാ, അല്ലെങ്കിൽ മക്കളെയും കൂടി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോണ്ടി വരും. ചീരുവിനിപ്പോ മക്കളേക്കൊന്ന് കാണണമെന്നുണ്ടാവും. കൊണ്ടുപോവാണെങ്കിൽ നമുക്ക് കൊണ്ടുപോയി കാണിക്കാം. ഓ, അത് വേണ്ടച്ചാ. ചീരു 2 ദിവസം കഴിയുമ്പോ ഇങ്ങോട്ടേക്കനല്ലേ വരുന്നേ. അപ്പൊ അവക്ക് മക്കളെ കണ്ടൂടെ? അത് മതി. ആ ശരി. ആ, അനു ഇന്ദ്രനും കൂടി വൈകുന്നേരം ആവുമ്പോ ഇങ്ങോട്ടേക്ക് ഇറങ്ങാന്ന് പറഞ്ഞിട്ടുണ്ട്. രാവിലെ ഇന്ദ്രൻ ഇങ്ങോട്ട് ഇറങ്ങാന്ന് പറഞ്ഞതാ. സുശീലെ ചിലപ്പോ തെളിവെടുപ്പിന് കൊണ്ടുവരാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടാ. എങ്കി അതൊക്കെ കഴിഞ്ഞിട്ട് അനുൻ അങ്ങോട്ട് പോയാ പോരായിരുന്നു അച്ഛാ. അവളിനി അങ്ങോട്ടേക്ക് കയറി ചെല്ലുമ്പോഴായിരിക്കും അവരെയും പോലീസ് ചോദ്യം ചെയ്യാൻ കൊണ്ടുവരുന്നേ. ഞാനതൊക്കെ പറഞ്ഞതാ അമ്പിളി. പക്ഷെ പോലീസിന് ചിലപ്പോ അവളിൽ നിന്നും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ടാവുമെന്ന് അനു പറഞ്ഞു. ആ, എങ്കി പോയത് നന്നായി. ആ സ്ത്രീക്കെതിരെ ഏറ്റവും കൂടുതൽ തെളിവ് കൊടുക്കാൻ കഴിയ അനുവിന് തന്നെയായിരിക്കും. മാത്രമല്ല, അവളെ ജയിലിൽ പറഞ്ഞേക്കാൻ കൊതിച്ച് നടന്ന അമ്മായിയമ്മയെ പോലീസ് തെളിവെടുപ്പിന് കൊണ്ടുവരുന്നത് അനുവിന് കണ്ണു നിറയെ കാണാൻ ചെയ്യാലോ.